രാം നാരായൺ റാം. ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, ധർമ്മം എന്നും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. ഈ ഭൂമിയിൽ ധർമ്മത്തെ വ്യാപാരമാക്കി മാറ്റിയിരിക്കുന്നവരെ ബഹിഷ്കരിക്കേണ്ടതുണ്ട്. ചിലർ ധർമ്മത്തെ ഒരു ബിസിനസ്സായാണ് കാണുന്നത്. അത്തരക്കാർക്ക് നാം തിരിച്ചറിയണം, അവർക്ക് യോജിച്ച ശിക്ഷ നൽകേണ്ടതുണ്ട്. ധർമ്മം ഒരു വസ്തുവാദപരമായ സത്യം ആണ്, അതുണ്ട്, അതിന് അസ്തിത്വമുണ്ട്. നാം ധർമ്മത്തെ നമ്മുടെ ധനം, മനസ്സ്, ശരീരം എന്നിവയിലൂടെ ഉൾക്കൊണ്ടേ മതിയാകൂ. നാം ധർമ്മത്തെ മനസ്സിലാക്കാനാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. ധർമ്മം എന്നത് വെറും വിഗ്രഹാരാധനയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം ജാതിവാദമല്ല. ധർമ്മം എന്നത് ആരെങ്കിലും ഹിന്ദുവാണോ മുസ്ലിമാണോ സിഖുകാരനോ ക്രിസ്ത്യാനിയോ ആണോ എന്നതല്ല. നാം ജലം വിഭജിക്കാനാവാത്തതുപോലെ, സൂര്യന്റെ പ്രകാശം വിഭജിക്കാനാവാത്തതുപോലെ, വായുവിനെയും ജലത്തെയും വേറിടാനാകാത്തതുപോലെ തന്നെ ധർമ്മത്തെയും വിഭജിക്കാനാവില്ല. ഒരു മനുഷ്യൻ ധർമ്മം ഉപേക്ഷിച്ചാൽ അവന്റെ ശരീരത്തിന് അസ്തിത്വമുണ്ടാകുമോ? നമ്മുടെ ശരീരമാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം. നമ്മുടെ ശരീരം നിർമ്മിതമായിട്ടുള്ളത് ആഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അതാണ് എല്ലാം. അതെല്ലാം ഒഴിവാക്കി ധർമ്മമുണ്ടാകാനാവില്ല. ഈ യഥാർത്ഥ ധർമ്മത്തിൽ നിന്നാണ് നമ്മുടെ ദേഹം രൂപം കൊണ്ടത്. നമ്മുടെയും ശരീരമൊക്കെയും ധർമ്മത്തിൻ്റെ ഉപാധിയാണ്. ഈ ഭൂമി ഒന്നാണ്, ആകാശവും ഒന്നാണ്. അതിനാൽ നാം ഉടമസ്ഥാവകാശത്തെ ഉപേക്ഷിച്ച് ഏകതയിൽ വരേണ്ടതുണ്ട്. എല്ലാവരും ഒരുമിച്ചിരിക്കണം. ജാതിയും മതവും ആശ്രയിച്ചുള്ള രാഷ്ട്രീയത്തെ നാം മറികടക്കണം. പ്രകൃതിയെ ഒരിക്കലും ഭേദം ചെയ്തിട്ടില്ല, ഒരാളെയും വേറിട്ട് കണ്ടിട്ടില്ല. ഈ ഭൂമിയിൽ ഏകദേശം 800 കോടി പേരുണ്ട്. എല്ലാവരുടെയും ശരീരം പഞ്ചഭൂതങ്ങളാൽ ആണ് ഉണ്ടാകുന്നത്. അവയിലൂടെ തന്നെ നമ്മെ ഊർജം ലഭിക്കുന്നു, വിവേകം ലഭിക്കുന്നു. ആ വിവേകമാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ അർത്ഥം നൽകുന്നത്. എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്നതിൻ്റെ ഉത്തരം അതാണ് നൽകുന്നത്. സൃഷ്ടിയുടെ തുടക്കത്തിൽ മനുഷ്യന് ലഭിച്ചത് ഈ ശരീരവും ചൈതന്യവും ചിന്തയും ബുദ്ധിയും വിവേകവും ജ്ഞാനവുമാണ്. ധർമ്മം ഒരാളുടെ വ്യക്തിപരമായ അവകാശമോ സ്വത്തോ അല്ല. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. ധർമ്മവും രാഷ്ട്രീയവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അതിൽ ഏതൊന്നും നീക്കി വയ്ക്കുകയാണെങ്കിൽ അതൊരു വിഭവം ഉപ്പില്ലാതെ വേവിച്ച പോലെ ആയിരിക്കും. നാം എല്ലാവരും ധർമ്മത്തോടുള്ള ജാഗ്രതയോടെയും മനസ്സോടെ നോക്കണം. ധർമ്മത്തിൻ്റെ അടിസ്ഥാന സന്ദേശം ഇതാണ്: നമ്മൾ നമ്മുടെ വിവേകത്തിന് കീഴിൽ ജീവിക്കണം. നമ്മളെ സാധാരണ രീതിയിലും സുതാര്യ രീതിയിലും നമുക്ക് സൂക്ഷിക്കണം. ജലം, വായു എങ്ങനെയോ അതുപോലെ നമ്മളും ആചരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി നാം ജലത്തെയും വായുവിനെയും സ്വീകരിക്കാമല്ലോ, വിടുവിക്കാമല്ലോ. അതുപോലെ തന്നെ നാം നമുക്ക് വേണ്ട തീയതികളിൽ ജീവിക്കണം. ഭാരതത്തിൽ ജാതിയും മതവും എന്ന വിഷയങ്ങൾ നൂറ്റാണ്ടുകളായി സമൂഹത്തെ വിഭജിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. ജാതി വ്യവസ്ഥയും മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വിവേചനങ്ങളും മാനവതയ്ക്കും സാമൂഹിക പുരോഗതിക്കും എതിരെ നിൽക്കുന്നവയാണ്. ജാതിയും മതവും ഒരിക്കലും ആത്മീയമോ സാമൂഹികമോ ആയ ഉന്നതിക്ക് വഴിയാകില്ല. അവ വെറും ദ്വേഷത്തിനാണ് ഇടയാക്കുന്നത്. ജാതിയും മതവും ഇന്ന് സാമൂഹിക അസമത്വത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും പ്രധാന കാരണം ആകുന്നു. ഇപ്പോൾ സമയമായത് നമ്മുടെ മനസ്സുകളുടെ വിളിപ്പുകൾ കേട്ട് നമ്മുടെ വിവേകത്തെ പിന്തുടർന്ന് പ്രകൃതിയുമായി ഒത്തുചേർന്ന് രാം നാരായൺ റാം എന്ന ജപം നിരന്തരം ചെയ്ത് ഈ എല്ലാ ഭിന്നതകളെയും മറികടന്ന് സമത്വം, മതനിരപേക്ഷത, പുരോഗതി എന്നീ മൂല്യങ്ങളാൽ സമ്പുഷ്ടമായ ഒരു സമൂഹം നിർമ്മിക്കാനുള്ളത്. പ്രകൃതിയാണ് ഏറ്റവും വലിയ ധർമ്മം. ഓരോ വ്യക്തിയും
അതിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഒരു വ്യക്തി രാം നാരായൺ റാമുമായി ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ജീവിതം സ്വതവേ സ്ഥിരതയിലേക്കാണ് പോകുന്നത്. രാം നാരായൺ റാം എന്നും ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ ചിന്തനാശൈലി എപ്പോഴും സാന്ദ്രവും സാന്ദ്രതയുള്ളതുമായിരിക്കണം. ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യണം. കഴിവതും മറ്റുള്ളവരുടെ ഫലം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.